ഒരുങ്ങുന്നത് വമ്പൻ സംഭവം. മോഹൻലാൽ ചിത്രം റാമിൻ്റെ അപ്ഡേറ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തണേ. ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് പുറത്ത്. മോഹൻലാൽ റാം ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ്. ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച ചിത്രങ്ങളൊക്കെ വമ്പൻ ഹിറ്റുകളാകാറുണ്ട്. അതിനാൽ റാമിൽ വലിയ പ്രതീക്ഷകളുമാണ് ഉള്ളത്. റാമിൻ്റെ പുതിയൊരു അപ്ഡേറ്റാണ് നിലവിൽ ചിത്രത്തിൻ്റെതായി ചർച്ചയാകുന്നത്. ഗാനരചന നിർവഹിക്കുന്നത് വിനായക് ശശികുമാറാണ്. മോഹൻലാലിൻ്റെ റാമിൻ്റെ തീം സോങ് താൻ ഇംഗ്ലീഷിലാണ് എഴുതിയതെന്ന് ഒരു അഭിമുഖത്തിൽ പറയുകയാണ് വിനായക് ശശികുമാർ. എഴുതിയത് ജിത്തു സാറിന് മുന്നിൽ താൻ അവതരിപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. ഒരു മാസ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് സോങ് അല്ല, ഒരു ജെയിംസ് ബോണ്ട് സിനിമയോട് വരുന്ന വിധമുള്ള പാട്ടായി അതിനെ കാണാമെന്നും പറയുന്നു വിനായക് ശശികുമാർ. എന്തായാലും ആരാധകർ മോഹൻലാലിൻ്റെ റാം സിനിമയുടെ അപ്ഡേറ്റിൽ വലിയ ആവേശത്തിലാണ്. ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ എന്നിവർക്കൊപ്പം ചിത്രത്തിൽ സംയുക്ത മേനോൻ, സുമൻ എന്നിവരും കഥാപാത്രങ്ങളായി മോഹൻലാലിൻ്റെ റാമിലുണ്ട്. ഒരു റോ ഏജന്റ് കഥാപാത്രമായി ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോൾ വമ്പൻ വിജയ ചിത്രമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിൽ ഹുസൈനും ഒരു പ്രധാന കഥാപാത്രമാകുമ്പോൾ മോഹൻലാലിൻ്റെ റാമിൽ ഛായാഗ്രഹണം രതീഷ് കുറുപ്പ് നിർവഹിക്കുന്നതു. സംഗീതം വിഷ്ണു ശ്യാമാണ് നിർവഹിക്കുന്നത്. മോഹൻലാൽ നായകനായി എത്തുന്ന റാം സിനിമയുടെ OTT റൈറ്റ്സ് വിറ്റുപോയി എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് ആണ് നേടിയതെന്നും റാമിന് ലഭിച്ചത് വൻ തുകയാണെന്നും മലയാളത്തിൽ ഇത് റെക്കോർഡ് ആണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ജിത്തു ജോസഫിൻ്റെ മോഹൻലാൽ ചിത്രമായി ഒടുവിൽ എത്തിയത് നേരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തണേ.